ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പത്തിരി റെസിപ്പിയാണ് കേട്ടോ. അതായത് പത്തിരി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എന്നാലും ഉണ്ടാക്കാൻ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ പത്തിരി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആണിത്. അതുപോലെ തന്നെ പത്തിരി ഉണ്ടാക്കാൻ മടിയുള്ള ആൾക്കാർക്കും ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എങ്ങനെ ഇത് ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ്. നമ്മൾ എത്ര നേരം വേണമെങ്കിലും വെക്കാം പുറത്ത്, എന്നാലും ഹാർഡായി പോവില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ്. പത്തിരി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മടിയായിരിക്കും അല്ലേ, അത് പരത്തണ്ടേ, ഒരുപാട് റിസ്ക്കാണ്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ പരത്താൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പരത്തി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പത്തിരി ഉണ്ടാക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ കുറഞ്ഞ അളവിലാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു 1.5 ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പത്തിരിക്ക് പൊടി എടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാലോ, നല്ല നൈസായിട്ടുള്ള പൊടി തന്നെ എടുക്കണം. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്തതാണ് കേട്ടോ. പച്ചരി കഴുകി നല്ലപോലെ ഉണക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഇപ്പോൾ ഞാൻ കാണിച്ച ഈ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ്സാണ് പൊടി എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ്സോ കപ്പോ എന്താണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ എടുക്കുന്നത് കറക്റ്റ് അളവ് തന്നെ എടുക്കണം. പത്തിരിയുടെ പോലെ തന്നെ നമ്മൾ ഇടിയപ്പത്തിനാണെങ്കിൽ നൈസ് പൊടിയാണെങ്കിലും എടുക്കുക. അപ്പോൾ അത് രണ്ടും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒന്ന് വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. പൊടി വാട്ടിയെടുക്കാൻ ഇതുപോലെ കുറച്ച് വട്ടുള്ള പാത്രം എടുക്കട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ പൊടി എടുത്ത ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് പൊടിയാണെങ്കിൽ ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ചില പൊടിക്ക് വെള്ളം പെട്ടെന്ന് അധികമാവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചില പൊടിയിൽ വെള്ളം പെട്ടെന്ന് കുറവാകും ചെയ്യും. അപ്പോൾ ഞാനിവിടെ 1.5 ഗ്ലാസ് പൊടിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പരമാവധി എനിക്ക് കറക്റ്റാണ് കിട്ടൽ. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉപ്പൊക്കെ ചെറുതായിട്ട് ചെറിയ ലെവലിൽ മാത്രം ഇട്ട് കൊടുക്കുക. നമ്മൾ കറിയൊക്കെ ഒഴിച്ച് കഴിക്കണതല്ലേ. പിന്നെ നല്ല തിളച്ച് വന്നപ്പോൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടി ഒരേ ലെവലിൽ ഇട്ട് കൊടുക്കരുത്, ഒന്ന് ചുറ്റിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 30-40 സെക്കൻഡോളം നമ്മളൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ അത് കുറച്ച് നേരം നമ്മൾ അടച്ച് വെച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മളിതാ ഇതുപോലത്തെ മരത്തിൻ്റെ തവി ഉണ്ടാവില്ല, അപ്പോൾ അതിൻ്റെ ആ ഒരു ബാക്ക് ഭാഗം കൊണ്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലായിടത്തും ഒരുപോലെ തന്നെ ഇളക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഈ ഒരു ടൈമിൽ ഞാൻ ഫ്ലെയിം വെച്ചിരിക്കുന്നത് ലോ ഫ്ലെയിമിലാണ്, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് അളവ് തന്നെയാണ് വെള്ളം കിട്ടിയിട്ടുള്ളത്. നമ്മളെടുത്ത ആ ഒരു പൊടിക്ക് കറക്റ്റ് അളവ് തന്നെയാണ് കേട്ടോ. ചില പൊടിക്ക് വെള്ളം ചിലപ്പോൾ കൂടുതൽ വേണ്ടി വരും, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് അറിയുന്നില്ലെങ്കിൽ, ഒരു സംശയം വരികയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ 2 ഗ്ലാസ്സാണല്ലോ വെച്ചത്, ഒരു 2.5 ഗ്ലാസ് വെക്കുക. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് മുക്കി വെക്കുക കേട്ടോ. ഞാൻ ആദ്യം അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ എനിക്ക് കറക്റ്റായിട്ട് അളവൊക്കെ പടിഞ്ഞു കിട്ടിയിട്ടോ. ചില പൊടിക്ക് പെരുക്കം കൂടുതലാണെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യം വരും. അപ്പോൾ ആ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ലെവലാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ 2 മിനിറ്റോളം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടൊക്കെ പകുതി പോയിട്ടുണ്ട്, എന്നാലും അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. ഈ ചൂടോടെ തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. എന്നാലേ നമുക്ക് പെട്ടെന്ന് മാവ് നല്ല പോലെ ഒന്ന് കുഴഞ്ഞു കിട്ടുള്ളൂ. പിന്നെ ഞാൻ കുഴച്ചെടുക്കുന്നത് ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ്. അപ്പോൾ ഇവിടെ നല്ല പോലെ കഴുകി വൃത്തിയാക്കണം കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ഭാഗമൊക്കെ യൂസ് ചെയ്യല് കേട്ടോ. പിന്നെയൊക്കെ മറ്റേ അടുക്കളയിലാണ് ഞാൻ ചെയ്യൽ. അപ്പോൾ ഇവിടെ അഴുക്കൊന്നുമില്ല, ജസ്റ്റ് ഞാനൊന്ന് തുടച്ചിട്ടേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുഴച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കൈ ഒട്ടി പിടിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇതാ പച്ചവെള്ളം, ചൂടുവെള്ളം ഒന്നല്ല എടുത്തിട്ടുള്ളത്, പച്ചവെള്ളത്തിൽ ഒന്ന് കൈ നനച്ചിട്ട് വീണ്ടും ഒന്ന് കുഴച്ച് കൊടുക്കുക. പത്തിരി നല്ല സോഫ്റ്റായി കിട്ടണമെങ്കിൽ നല്ലപോലെ കുഴച്ചെടുക്കാൻ വേണ്ടി കയ്യിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് കുഴക്കുകയാണെങ്കിൽ പെട്ടെന്നായി കിട്ടും. പിന്നെ ആദ്യമായിട്ട് കുഴക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു 4-5 മിനിറ്റ് എടുത്തിട്ട് തന്നെ കുഴക്കേണ്ടി വരും കേട്ടോ. കുഴച്ച് നല്ല ശീലമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ 1.5 ഗ്ലാസ് പൊടിയിൽ 2 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലപോലെ കുഴച്ചെടുക്കാം കേട്ടോ. എത്രത്തോളം കുഴച്ചെടുക്കുന്നോ അത്രത്തോളം നമ്മുടെ പത്തിരി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ പരത്തി എടുക്കുന്ന പത്തിരിയുടെ പോലെ അത്ര തന്നെ കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുഴച്ചാൽ നമുക്ക് പ്രസ് ചെയ്തെടുക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ എന്നാലും നമ്മൾ ആ ഒരു പരത്തി എടുക്കുന്ന രീതിക്കുള്ള കുഴച്ചെടുക്കണമൊന്നും വേണ്ട. അപ്പോൾ അതാ ഞാനിവിടെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് ഓരോ ചെറിയ ബോൾസുകളാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു പത്തിരിപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് കയ്യിൽ കുറച്ചാക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കുറച്ച് എടുത്തിട്ട് കയ്യിലൊന്ന് ഉരുട്ടി കൊടുക്കുന്നുണ്ട്. നമ്മൾ പ്രസ് ചെയ്ത് കാരണം ഉരുട്ടേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഞാൻ ഓരോന്ന് എടുക്കുമ്പോൾ ഒന്ന് ഉരുട്ടിയിട്ടാണ് വെക്കുന്നത്.
മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കണതിനാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്യണത്. നമ്മൾ മെയിനായിട്ട് പൊടി വാട്ടിയെടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയാൽ പിന്നെ ഒന്നിനും പറ്റില്ല. കുറഞ്ഞാൽ നമുക്ക് കുറച്ച് തിളച്ച വെള്ളം പറഞ്ഞിട്ട് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാം. കൂടിപ്പോയാൽ ഒന്നിനും പറ്റില്ല കേട്ടോ. അപ്പോൾ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതാ ഒരേ വലിപ്പത്തിലുള്ള ബോൾസൊന്നും അല്ല കേട്ടോ. ഞാൻ കുറച്ച് ചെറുതും വലുതും ഒക്കെ ഉണ്ട്. കറക്റ്റ് അളവൊന്നുമല്ല, എന്നാലും ഒരുവിധമൊക്കെ ഒരേ ലെവലാണ്. അപ്പോൾ ഞാനിതിവിടെ മുഴുവനും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ പിന്നീട് നമ്മൾ സാധാരണ പത്തിരി പരത്തലാണ്. അപ്പോൾ പരത്താൻ അറിയാത്ത ആൾക്കാർ ഇതുപോലത്തെ പ്രസ് ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ. പ്രസ് എടുക്കുമ്പോൾ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അടഞ്ഞിരിക്കണം കേട്ടോ. നല്ല പ്രസ്സായിട്ട് തന്നെ ഇരിക്കണം. അങ്ങനത്തെ പ്രസ്സിലേ പത്തിരി നല്ല പോലെ പരന്ന് കിട്ടുള്ളൂ. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പത്തിരി നല്ലപോലെ പ്രസ്സായിട്ട് കിട്ടൂല കേട്ടോ, വട്ടത്തിൽ കിട്ടൂല. ഇനി നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്ന അതിനൊരു ബോൾ എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്യണം, അപ്പോഴേ ഇതുപോലെ കിട്ടുള്ളൂ. പിന്നെ നല്ലപോലെ മാവ് കുഴച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ആയി കിട്ടും. കണ്ടോ, നല്ല നൈസായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ കയ്യിൻ്റെ ആ ഭാഗമൊക്കെ കാണുന്നുണ്ടോ. ഇനി നമുക്ക് ഈ ഒരു പത്തിരി ഈ ഒരു പൊടിയിൽ 2 സൈഡും ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴേ നമുക്കിത് ചുട്ടെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി ഈ പ്രസ്സിനുള്ളിൽ ഞാൻ ഓയിൽ തേച്ച് കൊടുത്തിരുന്നു, അത് പറയാൻ മറന്നുപോയി. ഒരു പ്രാവശ്യം നമ്മൾ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്തെങ്കിലും തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് ഒട്ടിപ്പിടിക്കാതെ കിട്ടുക. അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇതിനകത്ത് വെച്ചിട്ടും ചെയ്യലുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ നല്ലത് പ്ലാസ്റ്റിക്കിൻ്റെ കവറൊന്നും വേണ്ട, ഇതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഓയിലൊന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പ്രസ് ചെയ്തപ്പോൾ ചെറുതായിട്ടേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഒന്നും കൂടി ഞാൻ തിരിച്ചിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം നമ്മൾ ഓയിൽ തേച്ച് കൊടുത്താൽ നമുക്ക് ഒരു 4-5 നമുക്ക് പ്രസ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും പിന്നെ ഓയിലൊന്ന് തേച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. നമ്മൾ പരത്തിയെടുക്കണ പത്തിരിയേക്കായി നൈസായിട്ടാണ് നമ്മൾ ഈ പ്രസ്സിലിട്ടിട്ട് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്യണം. ചിലപ്പോൾ കൂടുതൽ കട്ടിയായിരിക്കും ഒരു സൈഡ്. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ആ ഭാഗം കൂടി ഒന്ന് ലെവലായി കിട്ടും. അപ്പോൾ ഞാനൊരു 5 പ്രസ് ചെയ്തെടുത്തു. എന്നിട്ടാണ് ഞാൻ ഇതിൽ വീണ്ടും ഒന്ന് ഓയിലൊന്ന് പുരട്ടി കൊടുത്തിട്ടുള്ളത്. ഓയിലിന് പകരം നിങ്ങൾക്ക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. പത്തിരിയുടെ പൊടി തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക. പക്ഷേ എനിക്ക് എന്താ പറയുക, ഓയിൽ തേച്ചിട്ടാണ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കൂടുതൽ വട്ടത്തിൽ കിട്ടിയിട്ടുള്ളത്. പൊടിയാകുമ്പോൾ എനിക്ക് ഇത്ര തന്നെ വട്ടത്തിൽ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയാം നിങ്ങളടുത്ത്. ഇപ്പോൾ ഒരുവിധം എല്ലാതും ഞാനിവിടെ പ്രസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം നൈസാണെന്ന്. നമ്മൾ പരത്തിയെടുത്താൽ പോലും ഇതുപോലെ ആയി കിട്ടൂല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓരോ ബോൾസാക്കി എടുത്തത് കുറച്ച് വലുതും കുറച്ച് ചെറുതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പത്തിരിയുടെ വലുപ്പത്തിലും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെറുതായിട്ടുള്ള മാറ്റങ്ങളുള്ളൂ. ഇനി നമുക്ക് കറക്റ്റ് അളവായി കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രം വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് കറക്റ്റ് അളവാക്കി എടുക്കണമെന്ന് ചിലവരൊക്കെ കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ ചെയ്താൽ മതി, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നല്ല എയർടൈറ്റായിട്ടുള്ള പാത്രത്തിൽ അടച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ ചുടെടുക്കണതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ പത്തിരി നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ചെറിയൊരു പാനിലാണ് ഇപ്പോൾ ചുട്ടെടുക്കുന്നത്. നമുക്ക് 1.5 ഗ്ലാസ് പൊടിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള പത്തിരി തന്നെ ഉള്ളൂ. അപ്പോൾ വലിയ ആ പത്തിരി കല്ല് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ചൂടാക്കിയിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക കേട്ടോ. പിന്നീട് നമ്മൾ ഒരിക്കലും കൂട്ടോ കുറക്കോ ചെയ്യരുത്. പിന്നെ ഒരേ ലെവലിൽ തന്നെ ചൂട് വേണം. പിന്നെ ചെറിയ പാനൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ചൂട് കട്ടിയുള്ള പാന് വേണം എടുക്കാൻ. അപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോ പത്തിരി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ പൊടി ഉണ്ടെങ്കിൽ ഒന്ന് തട്ടിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. നമ്മൾ പൊടിയിലൊക്കെ ഡിപ്പ് ചെയ്തെടുത്തതല്ലേ, അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ തട്ടിയിട്ട് ഇട്ട് കൊടുക്കുക. അതിൽ പെട്ടെന്ന് കരിയും. അപ്പോൾ ഇതിൻ്റെ മുകൾ വശത്ത് കൂടെ ചെറുതായിട്ട് ഇങ്ങനെ കുമിളകളൊക്കെ വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പത്തിരി ഒരുപാട് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കരുത്. അപ്പോൾ തന്നെ പത്തിരി ഹാർഡായി പോവും. നല്ല പോലെ ചൂടായിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ പൊങ്ങി വരും. അപ്പോൾ അതാ പത്തിരി നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റാം. അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പത്തിരി ചുട്ടെടുക്കുമ്പോൾ നമ്മൾ വിറകടുപ്പിലാണെങ്കിലും അതുപോലെ തന്നെ സ്റ്റൗവിലാണെങ്കിലും നമ്മൾ അതിൻ്റെ ഫ്ലെയിം ശ്രദ്ധിക്കണം. പെട്ടെന്ന് അധികമായി പോയാൽ അടി കരിഞ്ഞു പോകും. പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല, പത്തിരിയുടെ ടേസ്റ്റ് മാറും. പിന്നെ നമ്മൾ കൂടുതൽ പൊടി നമ്മൾ ഈ പത്തിരി ചുടുന്ന ഒരു പാനിലുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുടച്ച് മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ പിന്നീട് ഇടുന്ന പത്തിരിമ ഒട്ടിപ്പിടിച്ചിട്ട് അത് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. പത്തിരിക്ക് നമ്മൾ മാവ് കുഴച്ചിട്ട് നല്ല പോലെ സോഫ്റ്റായാൽ മാത്രമേ ഇതുപോലെ ഒന്ന് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഞാനിവിടെ കുറച്ച് മാത്രമാണ് ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി പിന്നെയാണ് ചുട്ടെടുക്കുള്ളൂ.
അപ്പോൾ അതവിടെ ഒരു 10-12 ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. പൊങ്ങി വന്നുകൊണ്ട് തന്നെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഉൾവശമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. പത്തിരി ഒന്നും കരിഞ്ഞിട്ടില്ല. പിന്നെ കരിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കളറ് പോലും മാറിയിട്ടില്ല കേട്ടോ. പിന്നെ നല്ല നൈസായിട്ടുള്ള പത്തിരിയാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. എത്ര നേരം വേണമെങ്കിലും പുറത്ത് വെക്കാം, ഇതൊരിക്കലും ഹാർഡായി പോവില്ല. ഇതുവരെ പത്തിരി ഉണ്ടാക്കിയിട്ട് റെഡിയാകാത്ത ആൾക്കാർ തീർച്ചയായും ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും പത്തിരി ഉണ്ടാക്കാം. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ അധികവും ഇതുപോലെ തന്നെ ഉണ്ടാക്കാറുള്ളത്. രാവിലെയൊക്കെ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രസ്സിൽ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നിങ്ങളെയും കൂടി കാണിച്ചു തന്നെ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഉപകാരപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക.